24, 10, 18, 21 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണുക. നമുക്കിങ്ങനെ ഒരു ചോദ്യം വന്നാൽ, അതായത് കുറച്ച് സംഖ്യകൾ തരും, 2 സംഖ്യയോ 3 സംഖ്യയോ 4 സംഖ്യയോ തരും. ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തന്ന സംഖ്യകളുടെ LCM കണ്ടാൽ മതി. അതായത് 24, 10, 18, 21 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക. ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ? എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അപ്പോൾ അതിലത്തെ ഈ 4 നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ നമുക്ക് ഇല്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നും കൂടി ചുരുങ്ങുക. അതായത് ഏതെങ്കിലും 3 ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ? ഏതെങ്കിലും 3 നിശേഷം ഹരിക്കാൻ പറ്റുന്നത് നമുക്ക് ഇതിനെ 3 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇതിനെ പറ്റില്ല, അതാണ് 4 ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ 3 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 12, 24, 2, 10, 9, 18, 21 കൃത്യമായി ഹരിക്കാൻ പറ്റില്ല. 21 ഇറക്കി കിട്ടും. വീണ്ടും ഇതിൽ ഏതെങ്കിലും 3 ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും 3 12, 9, 21 നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിക്കുക. 4, 3, 12. 5 3 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റില്ല. 5 ഇറക്കിയിട്ടു. 9 ഹരിക്കണം 3, 3 9. 21 ഹരിക്കണം 3, 7 3 21. ഇനി നമുക്ക് ഇതിനെ എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. ഇതിനെ ഏതെങ്കിലും 3 നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. ഏതെങ്കിലും 2 എടുത്താലും നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ ഹരണം നിർത്തിയിട്ട് ഈ സംഖ്യകളെല്ലാം കൂടി ഗുണിച്ചാൽ അതാണ് LCM. ഇപ്പോൾ ഗുണിക്കുമ്പോൾ 2 × 3 6 × 4 24 × 5 120 എന്ന് കിട്ടി. 2 × 3 6 × 4 24 × 5 120 × 3 × 7 21. ഇത് ഗുണിച്ചാൽ മതി. 12നെ 21 കൊണ്ട് ഗുണിച്ച് 0 ചേർത്താൽ മതി. 12 × 21. ഒരു 12 12 ശിഷ്ടം 1 12 2 24 എന്നും 25 252 എന്ന് കിട്ടി. ഈ 0 ഇടുക. അപ്പോൾ ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 2520.